നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് നമ്മളുടെ 2024 നടന്ന ഇന്ത്യയിലെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു അവലോകനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ജനാധിപത്യം അതൊരു അത്ഭുതം തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓർത്ത് നോക്കൂ, വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയെ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഭരണത്തിൻ്റെ സ്വഭാവം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവോ എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയപ്പോൾ ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായി എന്ന് വേണം നമ്മളിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെയുള്ള ഇലക്ഷൻ, ഈ റിസൾട്ടിനെ ഞാൻ കീറിമുറിച്ച് പരിശോധിക്കാനല്ല, പകരം ജനങ്ങൾ എന്ത് ചിന്തിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 ഇലക്ഷന് ഇന്ത്യയെ മുന്നോട്ട് വെച്ചത് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ഡെവലപ്മെൻറ്റ്; 2, അഴിമതി രഹിതമായ ഭരണം. ഈ 2 കാര്യങ്ങളും ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. അത് BJPക്കും NDAയ്ക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു മെജോറിറ്റി കൊടുക്കുകയും ചെയ്തു. അവർ ആ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു. കുറേ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുകയുണ്ടായി. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം 2009 വന്ന ഗവൺമെൻറ് ആയിരുന്നു ഏറ്റവും മോശമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ചെയ്ത ഒരു ഗവൺമെൻറ്. അത് കോൺഗ്രസ് കറപ്റ്റായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസിനേക്കാളും കൂടുതൽ അവരുടെ ഘടകകക്ഷികൾ ഒരുപാട് കറപ്ഷൻ നടത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കുകയും 2014 BJP NDAയും അധികാരത്തിൽ വരികയും ചെയ്തു. 2019 നോക്കിക്കഴിഞ്ഞാൽ BJP ചെയ്ത ഗ്രൗണ്ട് വർക്കുകൾ അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജനങ്ങൾ കൊടുക്കേണ്ടത്. അതുകൂടാതെ പുൽവാമ പോലുള്ള ദേശീയപരമായിട്ടുള്ള ഇഷ്യൂകളും ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ടൈമും കൊടുക്കേണ്ടായി. ഇനി തേർഡ് ടൈമിലേക്ക് വരുമ്പോൾ ഒരു മൃഗീയ ഭൂരിപക്ഷം കൊടുത്തിരുന്നുവെങ്കിൽ അത് ഭരിക്കുന്ന പാർട്ടി അവർക്ക് കൊടുത്ത ലൈസൻസായിട്ട് അതിനെ എടുക്കുകയും ചിലപ്പോൾ മറ്റു പല രീതിയിലും അവർ മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഇന്ത്യയിലുള്ള ജനങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭൂരിപക്ഷം കൊടുക്കണ്ട, ഒരു ലെവലിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ കറപ്ഷൻ രഹിതവും ഡെവലപ്മെൻറ്റും ഇന്ത്യയുടെ ഉയർച്ചയെയും ഇത് സഹായിക്കും എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അല്ലേ? അങ്ങനെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ വളരെ ഭംഗിയായിട്ട് ഇത്തവണ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. ഇതുതന്നെ അവർ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ, നല്ലൊരു അലയൻസ് കുറച്ചുകൂടെ മുൻപ് അവർ ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ വിജയം കിട്ടുമായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു പരാധീനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരുപാട് പാർട്ടികൾ ചേർന്ന ഒരു സഖ്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നില്ല എങ്കിൽ കൂടെ അവർ വളരെ ജെല്ലിങ് ആയിട്ട് നിന്നിട്ട് ഈ ഇലക്ഷനെ നേരിട്ടു. അതുകൊണ്ടാണ് അവർക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. നേരത്തെ അവർ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരിയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തവണ ഒത്തുപിടിച്ചാൽ മലയും പോകും എന്നുള്ള ഒരു കാര്യം ഇന്ത്യ സഖ്യം കാണിക്കുകയുണ്ടായി. ഇനി മറ്റുള്ള കാര്യങ്ങൾ എവിടെയാണ് BJPക്ക് പറ്റിയത് എന്ന് നോക്കിയാൽ, UP അവർ വിചാരിച്ചത് രാം മന്ദിർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും BJPക്ക് വോട്ട് ചെയ്യും, അവിടെ ക്യാമ്പയിൻ ചെയ്യേണ്ട എന്ന് വിചാരിക്കുകയുണ്ടായി. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവരുടെ ക്യാമ്പയിൻ കുറഞ്ഞു. അവിടെ അഖിലേഷ് യാദവ് വളരെയധികം വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ ഒരു പാർട്ടിയും ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്ത കാര്യം, ഈ ഏരിയ നമ്മുടേതാണ്, അത് നമുക്ക് കിട്ടും. അങ്ങനെ പണ്ട് കോൺഗ്രസ് വിചാരിച്ചിരുന്നു. അവർക്ക്
ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഇപ്പോൾ BJP വിചാരിച്ചു അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് കുതിര കച്ചവടത്തിൻ്റെ കാര്യമാണ്. അതായത് മഹാരാഷ്ട്രയിലെ പാട്ട്. എനിക്ക് തോന്നുന്നത് UP-യിലേക്കാളിലും BJP-യെ വേദനിപ്പിച്ചത് മഹാരാഷ്ട്രയിലുണ്ടായ സീറ്റ് നഷ്ടങ്ങളാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ നിയമസഭാ ഇലക്ഷനിൽ BJP-യും ശിവസേനയും ഒന്നിച്ച് മത്സരിച്ച് സീറ്റുകൾ പിടിച്ച ശേഷം ശിവസേന മറുകണ്ഠം ചാടി മുഖ്യമന്ത്രിയാകുകയാണ് ഉണ്ടായത്. അത് ശരിയായില്ല. അതിന് ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയേനെ. പക്ഷേ BJP എന്ത് ചെയ്തു? അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റൊരു ഗവൺമെൻറ് ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീടൊരു കാര്യം നടന്നത് NCP-യെ അവർ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ സ്പ്ലിറ്റ് എന്താണ് പറയുക, NDA-ക്കും BJP-ക്കും എഗനിസ്റ്റായിട്ടാണ് വർക്കൗട്ടായത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭരണപക്ഷം ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ചടി കിട്ടും എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയണ്ടായി. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ അന്ന് പറഞ്ഞത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം, അതേപോലെ ചിന്താ ജെറോമിൻ്റെ കാര്യം, അതേപോലെ മറ്റു പല കാര്യങ്ങളും ഇവിടെ നടക്കുകയുണ്ടായി. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യാം. അതായത് ദീപ നിഷാന്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് അവരുടെ സഹധർമ്മിണികളെ എന്താ പറയുക യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ കയറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അവർ അതിന് എതിരായിട്ട് പ്രതികരിക്കും എന്ന് നമ്മൾ സംസാരിക്കണ്ടായി. പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകും. പാർട്ടിയിൽ നേതാക്കന്മാർ മാത്രം പോരാ, അണികളും കൂടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇനിയെങ്കിലും പാർട്ടി നേതാക്കൾ അത് മനസ്സിലാക്കിയിട്ട് അഴിമതിയോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട്, അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യാതെ നല്ല നല്ല ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അതാണ് കേരളത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഏത് പാർട്ടിയാണ് വരുന്നതെങ്കിലും അവരുടെ അജണ്ട ഡെവലപ്മെൻറ്റ്, കറപ്ഷൻ ഇല്ലാതിരിക്കുക, ഇന്ത്യയുടെ മുന്നോട്ടുള്ള എന്താ പറയുക ആ യാത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതായത് ദേശീയത വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അതിന് ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാരിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരികയും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും അവർ ഇൻറ്റേണായിട്ട് മറ്റ് ജനങ്ങളിലേക്ക് ആ ഡെവലപ്മെൻറ്റ് എത്തിക്കുകയും അത് നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏത് പാർട്ടി വന്നാലും ചെയ്യേണ്ടത്. അല്ലാതെ ജാതിയും മതവും പറഞ്ഞ് ആളുകൾ സ്പർദ്ധ വളർത്തിയിട്ട്, അത് ഏത് പാർട്ടിയാണെങ്കിലും, ഇത് BJP മാത്രം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇന്ത്യ മുന്നണിയിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. അവർ മതപ്രീണനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ NDA മുന്നണിയിലുള്ളവർ നടത്തുന്നുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ആ പാർട്ടിക്ക് തന്നെ ഗുണമുണ്ടാവും. എല്ലാവർക്കും ഗുണമുണ്ടാവും, ആ പാർട്ടിക്ക് തന്നെ ഗുണമുണ്ടാവും. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ലക്നൗവിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത്തവണ BJPക്ക് അവിടെ സീറ്റ് കുറയാൻ കാരണമായി എന്ന്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവിടുത്തെ ആളുകൾ മോദിയെ ഒരുപാട് വിശ്വസിച്ചു എന്നും പലരും വോട്ട് ചെയ്യാൻ പോയില്ല എന്നും അദ്ദേഹം പറയുണ്ടായി. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും തന്നെ വോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
നമ്മളുടെ ജനാധിപത്യത്തെ ഉയർത്തി നിർത്തണമെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസിനനുസരിച്ച് എന്താ പറയുക, പൾസിനനുസരിച്ച് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കണമെങ്കിൽ എല്ലാവരും തന്നെ വോട്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത്, എല്ലാവരും ഇനിയെങ്കിലും അടുത്ത് വരുന്ന ഇലക്ഷനിൽ എല്ലാവരും തന്നെ വോട്ട് ചെയ്യുക. അപ്പം ആ പൾസ് പുറത്തേക്ക് വരികയും അതിനനുസരിച്ച് ഒരുപക്ഷെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഓർത്ത് നോക്കൂ, ഇന്ത്യയും സഖ്യത്തിലുള്ള പലരും BJPക്ക് എന്തായാലും അല്ലെങ്കിൽ NDAക്ക് എന്തായാലും വിജയം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളെ എനിക്കറിയാവും. അങ്ങനത്തെ കേസ് ബാംഗ്ലൂർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് നോക്കൂ, അവരെല്ലാവരും തന്നെ പോയി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് 10 സീറ്റ് കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഭരണപക്ഷത്തേക്ക് വരാൻ കഴിയുമായിരുന്നു, ഇല്ലേ? അങ്ങനെയുള്ളൊരു ചാൻസ് ഇല്ലേ? അതുപോലെ തന്നെ NDAക്ക് ഈസി ആയിട്ട് വിക്ടറി ഉണ്ടാകും എന്ന് വിചാരിച്ച് ഒരുപാട് പേര് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റി? യഥാർത്ഥത്തിലുള്ള ജനാധിപത്യത്തിന് അവിടെ തോൽവി സംഭവിക്കുകയാണ്. അത് ഏത് പക്ഷത്തിന് എന്നല്ല. അപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, വളരെ കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഇത് പോരാ. നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയൊരു 90% അല്ലെങ്കിൽ ഒരു 80% ലെവലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ജനങ്ങളുടെ പൾസനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് വരികയും ആ ഗവൺമെൻറ്റിന് നമുക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും വോട്ടിംഗ് ഡേയിൽ പോയി വോട്ട് ചെയ്യണം എന്ന് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ NDA അധികാരത്തിൽ വന്നാലും, അതല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും, അതിനെ വളരെ പോസിറ്റീവായി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് മുൻപോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.